നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേട്ടാൽ ആർക്കും അത്ഭുതം തോന്നും. ഏതാണ്ട് 1.25 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു തറവാടിൻ്റെ പൂമുഖത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കോഴിക്കോട് ബേളൂർ നമ്പുക്കുടി തറവാട്. എന്നാൽ പഴമയേക്കാൾ ഈ തറവാടിനെ പ്രശസ്തരാക്കുന്നത് കുഞ്ഞൻ ഗോക്കളുടെ മഹിമയാണ്. കടൽ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ പെരുമ. സാക്ഷാൽ തിരുപ്പതി ഭഗവാന് അഭിഷേകം ചെയ്യാൻ പാൽ കൊടുക്കുന്ന പുങ്ങന്നൂർ പൈക്കൾ മുതൽ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ കുഞ്ഞു മാണിക്യമെന്ന വെച്ചൂർ പശു വരെ ഇവിടെയുണ്ട്. അക്ഷയ് എന്ന ചെറുപ്പക്കാരനാണ് അവരുടെ യജമാനൻ. കുഞ്ഞൻ ഗോക്കളുടെ വമ്പൻ മഹിമ തേടി നമ്പുക്കുടിയിലേക്ക് ഒരു യാത്ര പോകാം. കാണാം ഹരിതം സുന്ദരം. സാമൂതിരിമാരുടെ പട്ടണമാണ് കോഴിക്കോട്. ചവിട്ടുന്നിടത്ത് ചരിത്രം നിലവിളിക്കുന്ന നഗരം. 1.25 നൂറ്റാണ്ടാണ് നമ്പിക്കുടി തറവാടിന്റെ പഴക്കം. ലോകം തന്നെ നമ്പിക്കുടി തറവാട്ടിലേക്ക് വരും. കാരണം മറ്റൊന്നുമല്ല, കൊച്ചു പൈക്കളുടെ വലിയ ഗോകുലമാണ് ഇന്ന് നമ്പിക്കുടി തറവാട്. കൽപ്പവൃക്ഷങ്ങളുടെയും വൻമാവുകളുടെയും വിസ്തൃതമായ തണലാണ് നമ്പിക്കുടി തറവാടിന്റെ പ്രത്യേകത. കല്ലുവിരിച്ച നടപ്പാതകൾക്ക് ഇരുപുറവുമായി പൂച്ചെടികളുടെ വൻ ശേഖരം. മേടത്തിലെ കാറ്റിന് കണ്ണിമാങ്ങകളെ വിട്ടുകൊടുക്കാതെ മാവ് തിരിതെറുത്ത് പൂക്കുന്നു. തറവാട്ടിന്റെ പെരുമയും പ്രശസ്തിയും ഇന്ന് കൊച്ചു പൈക്കളിലാണ് കുടികൊള്ളുക. അവരുടെ നായകനായി അച്ഛൻ ബാലകൃഷ്ണന്റെ കൈപിടിച്ച് മകൻ അക്ഷയ് എത്തിക്കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും ചെറിയ പൈ ഉണ്ട് എന്ന വലിയ ഖ്യാതിയാണ് ഇന്ന് നമ്പിക്കുടി തറവാടിന്. പേര് മാണിക്യം. കേരളത്തിന്റെ സ്വന്തം കുള്ളൻ പൈക്കളായ വെച്ചൂർ പശുവിന്റെ ജനുസ്. മാണിക്യം കുഞ്ഞനെങ്കിലും ആൾ വമ്പൻ തന്നെ. ഗിന്നസ് ബുക്കിലാണ് ഇപ്പോൾ മാണിക്യത്തിന്റെ സ്ഥാനം. 61.1 സെന്റിമീറ്റർ മാത്രമാണ് ഉയരം. മാണിക്യത്തെ തേടി നമ്പിക്കുടി തറവാട്ടിൽ വന്നത് ഗിന്നസ് ബുക്കുകാർ. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വെച്ചൂർ ഗ്രാമത്തിന്റെ സ്വന്തം ഇനമായ വെച്ചൂർ പൈക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ പൈ തന്നെയാണ് മാണിക്യം. വനസദൃശ്യമായ അന്തരീക്ഷത്തിൽ നമ്പുക്കുടി തറവാട്ടിൽ കഴിയുന്ന മാണിക്യം വീട്ടുകാരോട് നന്നേ ഇണങ്ങിക്കഴിഞ്ഞു. അമ്മ ഭാഷയും അനുജത്തി തേജസ്സയും അച്ഛൻ ബാലകൃഷ്ണനുമൊക്കെ മാണിക്യത്തെ പരിചരിക്കാൻ മുന്നിൽ തന്നെയുണ്ട്. കുടുംബാംഗങ്ങളിൽ ഒരാളായി മാറി ഇന്ന് മാണിക്യം. മാണിക്യത്തെ കണ്ട് പുറത്തിറങ്ങിയാൽ വിശാലമായ ഒരു കൂട് കാണും. എന്നാൽ ഈ കൂട്ടിൽ കൊച്ചു പൈക്കളുടെ കുഞ്ഞന്മാർ മാത്രം. 2 ഡസനോളം വരുന്ന കുള്ളൻ പൈക്കൾക്ക് പുറത്ത് ഉലാത്തുവാൻ യഥേഷ്ടം സൗകര്യം. കൃഷിയിടത്തിൽ വനസദൃശ്യമായ അന്തരീക്ഷം തന്നെയാണ് അവർക്ക് ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയോട് പരമാവധി ഇണങ്ങി നിൽക്കുവാൻ അവസരം. കൂട്ടത്തിൽ ഏറ്റവും അഴകായി മുന്നിൽ നിൽക്കുന്നത് പൊങ്കാന്നൂർ പശുവാണ്. സാക്ഷാൽ തിരുപ്പതി ഭഗവാന് അഭിഷേകം ചെയ്യുന്ന പാലിന്റെ ഉടമസ്ഥരാണ് പൊങ്കാന്നൂർ. അതിന്റെ അനൽപഗമ അവർ കൊണ്ടുതാനും. ചാരകലർന്ന വെള്ളയും കൊഴുത്തുരണ്ട കൊമ്പുകളുമൊക്കെയായി യഥേഷ്ടം തീറ്റ തിന്നുന്ന പൊങ്കാന്നൂർ അധികം ഉയരം വെക്കുന്ന ഇനമേയല്ല. എണ്ണത്തിൽ 4 or 5 മാത്രം വരുന്ന പൊങ്കാന്നൂർ പശുക്കൾ ലക്ഷങ്ങൾ വിലമതിക്കുന്നവരാണ്. പൊൻവാർ പശുവാണ് അടുത്ത ഇനം. നേപ്പാളിലെ മൊറാണ്ട് വംശവും ഉത്തരേന്ത്യൻ വെള്ളപ്പശുക്കളും ചേർന്നതാണ് ഈ പശു. ധാരു എന്ന ആദിവാസി വിഭാഗം കാലങ്ങളായി ഈ ഇനത്തെ സംരക്ഷിച്ചു വരുന്നു. വരണ്ട കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യരായ പൊൻവാർ പശുക്കൾ വെള്ളനിറ മേനിയിൽ ചെമ്പൻ തവിടിന്റെ പുള്ളി പടരുന്നവരാണ്. ചാരക്കറുപ്പുമായി വന്നു നിൽക്കുന്നത് ഖിലാരി പശുക്കളാണ്. കൂർത്ത കൊമ്പ് തന്നെ ഇവരുടെ അഴക്. കർണാടകയിലെ ബിന്ദാപ്പൂർ, മഹാരാഷ്ട്രയിലെ സോളാപ്പൂർ എന്നിവിടങ്ങളിലാണ് ഖിലാരിയുടെ ജനനം. ചാരനിറം കലർന്ന വെളുപ്പിലും ഇവരുണ്ടാകും. മൂക്കും കുളമ്പും വെളുത്തിരിക്കുന്ന ഖിലാരി പശുക്കളുടെ തല മിക്കപ്പോഴും ചുവന്ന നിറത്തിലായിരിക്കും. കേരളത്തിന്റെ സ്വന്തം പൈക്കളായ വെച്ചൂരിനു പുറമെ കാസർഗോഡ് കുള്ളനും നമ്പുക്കുടിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. എണ്ണത്തിൽ വെച്ചൂരിനേക്കാൾ കൂടുതൽ വരും കാസർഗോഡ് ഡ്വാർഫ് എന്ന പശുക്കൾ. ബലിഷ്ഠമായ കാലുകളും ഒത്ത മേനിയും ചേർന്നതാണ് കാസർഗോഡ് കുള്ളൻ. വെച്ചൂരിനേക്കാൾ കൊമ്പിന് അല്പം നീളം കൂടും. നിലത്തുമുട്ടുന്ന വാലിന് സൗന്ദര്യമേറെ. കറുപ്പ്, വെള്ള, ചെമപ്പ് എന്നീ വിവിധ നിറങ്ങളിലാണ് കാസർഗോഡ് കാണപ്പെടുക. 2 ഇടങ്ങഴി പാൽ മാത്രം തരുന്ന കാസർഗോഡ് ഡാർഫ് അല്പാഹാരികൾ തന്നെ. ഒരു കുഞ്ഞു സ്ഥലത്ത് നന്നായി അവരെ വളർത്താം. കൊഴുപ്പേറിയ പാലാണ് കാസർഗോഡിന്റെ മറ്റൊരു പ്രത്യേകത. മാണിക്യത്തെ കൂടാതെ വെച്ചൂരിന്റെ നിരവധി ഇനങ്ങൾ നമ്പുക്കുടിയിലുണ്ട്. വെച്ചൂരെന്നാൽ ഇന്ന് വിലയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന നാടൻ പൈക്കൾ. കൊഴുപ്പിലെ ചെറുകണികകൾ ഇവരുടെ മാറ്റുകൂട്ടും. A2 കേസീൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീനാണത്രേ ഇവരുടെ പാലിൽ. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും വെച്ചൂർ പൈക്കളുടെ പാൽ കഴിക്കാം. ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ
ഉത്തമമാണ് വെച്ചൂർ പാൽ. പാൽ മാത്രമല്ല, വളവും പ്രത്യേകതയുള്ളതാണ്. ഒരു കഴഞ്ച് ചാണകത്തിൽ മാത്രം കോടാനുകൂടി സൂക്ഷ്മജീവികൾ ചേക്കേറും. മണ്ണിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട തന്നെ. വെച്ചൂർ പൈക്കളിൽ സങ്കരം കലർന്ന് ഇന്ന് പല വഴിക്കായിട്ടുണ്ട് ഈ ഇനം. കൂടുതൽ ആവശ്യക്കാരുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം വെച്ചൂരിനെ തെരഞ്ഞെടുക്കാൻ. നമ്പുക്കുടി തറവാട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഈ സായാഹ്നം ഞങ്ങൾ ചെലവിടുന്നത്. ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ മീനത്തിലെ ഈ കൊടും ചൂടിൽ പോലും ഈ തറവാട്ടിൻ്റെ തണൽ മരങ്ങളുടെ ഒരു വലിയ ശീതളിമയാണ് അനുഭവപ്പെടുന്നത്. ഒപ്പം അതിനേക്കാൾ വലിയ സന്തോഷം തരുന്നു അച്ഛൻ ബാലകൃഷ്ണൻ, മകൻ അക്ഷയ്, അമ്മ ഭാഷ, അനുജത്തി തേജസ്സ. ഞാനീ പറഞ്ഞതൊക്കെ ശരിയാണോ ബാലകൃഷ്ണൻ? ശരിയാണ്. ഇപ്പം ശരിക്കും എനിക്ക് 125 വർഷത്തോളം പഴക്കമുണ്ട് ഈ തറവാടിൽ. ഇവിടെ താമസിക്കുന്ന വലിയൊരു അനുഗ്രഹമല്ലേ? അതെ, തീർച്ചയായും. പുതിയ തലമുറയിൽപ്പെട്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ പുതിയ വീടിലേക്ക് പോകുമ്പോൾ പഴമയുടെ നിറവ് പറ്റി നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തറവാടായി നമ്പുക്കുടി മാറി. മാണിക്യം എന്ന് പറയുന്ന പശു തന്നെയാണ്. ഇതിനെ സംഘടിപ്പിച്ച് ഈ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പാടും ശ്രീ ബാലകൃഷ്ണൻ എന്തായാലും സഹിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ പ്രേക്ഷകർ കേട്ടെന്ന് വെച്ചിട്ട്. ഞാൻ ആദ്യം ശങ്കരയിനം പശുക്കളെയായിരുന്നു ഒരു 10 വർഷം മുന്നേ വളർത്തിയിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ ഈ നാടൻ പശുക്കളിലേക്ക് വന്നത്. ആദ്യം ഒരു പശുവിൽ തുടങ്ങിയതാണ്. ആ പശു ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ പശുവിൻ്റെ പേരെന്താ? നാനോ. നാനോന്ന് വെച്ചാൽ ചെറുത്. 10⁻⁹ അത് ഏതെങ്കിലും പശു ടെക്നോളജി എന്നുള്ള നിലയ്ക്ക് ഞാനിത് വലിയ പശുവിനെ HF പശു പോലുള്ള പശുക്കളായിരുന്നല്ലോ വളർത്തിയിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു പശുവിനെ കിട്ടിയപ്പോൾ അതിന് നാനോ എന്ന് പേരിട്ടതാണ് ആ ടെക്നോളജീൻ്റെ ബേസിൽ. പിന്നെ മറ്റു പശുക്കളെയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പാടുകൾ. അതിനുശേഷം ഈ നാടൻ പശുവിനെ പറ്റി പഠിക്കുകയും നാടൻ പശുവിൻ്റെ മഹിമകളും അതിൻ്റെ ഗുണങ്ങൾ, പ്രകൃതിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കൃഷിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതിനുശേഷം ഞാൻ സുഭാഷ് പാലേക്കറുടെ ട്രെയിനിങ് കഴിഞ്ഞ് ഇപ്പം ഞാൻ സുഭാഷ് പാലേക്കറുടെ പ്രകൃതി സൗഹൃദ കൃഷിയുടെ ഒരു പ്രചാരകനാണ്. ഞാനത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ 2-3 കമ്പനിക്ക് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സീറോബറ്റിക് ഫാമിങ്ങിൻ്റെ. ഇപ്പം അക്ഷയ് അച്ഛൻ്റെ കൈപിടിച്ച് ഈ രംഗത്തേക്ക് വന്ന ആളാണ്. അപ്പോൾ ഈ നാടൻ പൈക്കളെയൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഈ പുതിയ ചില വെറൈറ്റികൾ ഇനിയും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇന്ത്യയിലെ ഇപ്പം അറിയപ്പെടുന്ന 33 ഇനം നാടൻ പശുക്കളാണ്. അതിലെ എല്ലാ ഇനം നാടൻ പശുക്കളെയും ഒരു കുടക്കീഴിനുള്ളിൽ സംരക്ഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ അക്ഷയ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതായത് ഇതിനെ കിട്ടിയിരുന്നെങ്കിൽ നാളെ തന്നെ ഇനി ഫ്ലൈറ്റിലായാലും പോയി ഇതിനെ കൊണ്ടുവരും എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു പശു ഏതാണ്? അങ്ങനെ ഒരു ബ്രീഡില്ല. എനിക്ക് പേഴ്സണലി പൊങ്കനൂർ എന്ന് പറഞ്ഞ ബ്രീഡിനോടൊരു ചെറിയൊരു താല്പര്യമുണ്ട്. പക്ഷെ എല്ലാ ഇനങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് കാടിൻ്റെ മാതൃകയിൽ സംരക്ഷിക്കണം എന്നാണ്. ഒരു വലിയ പ്ലോട്ടിൽ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പശുക്കളെ വിട്ട് മേയാൻ അനുവദിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പൈക്കൾക്ക് രാപാർക്കാൻ നമ്പുക്കുടിയിൽ പ്രത്യേക ഇടമുണ്ട്. സാക്ഷാൽ തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഒന്നാം തരം ഒരു തൊഴുത്ത്. പൈക്കിടാങ്ങൾക്കാണ് ഇവിടെ സ്ഥാനമേറെ. രാത്രിയിലും പകലും വെയിലും മഴയും നിലാവുമേറ്റ് കഴിയാൻ ഭാഗ്യമുള്ളവരാണ് നമ്പുക്കുടിയിലെ ഗോക്കൾ. പ്രകൃതിയോട് ഹൃദയം കൊണ്ട് ചേർന്നു നിൽക്കുന്ന ഇവർ പ്രകൃതിയുടെ ഗുണം അതേപടി പകർത്തും. മറുനാടൻ ഗോക്കൾക്ക് വലിയ സ്ഥാനം തന്നെയുണ്ട് നമ്പുക്കുടി വീട്ടിൽ. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ നിന്ന് ഗിർ പൈക്കൾ ഏറെ വന്നു. സിംഹങ്ങൾ പാർക്കുന്ന ഗിർ വനമാണ് ഗിർ പൈക്കളുടെ ജനനകേന്ദ്രം. താമരയിതൾ പോലെ താഴോട്ടു തൂങ്ങുന്ന ചെവികളും ചെമ്പൻ തവിടിന്റെ നിറമുള്ള മേനിയും ഇവരെ ഭംഗിയുള്ളവരാക്കും. പുരികത്തിലെ എല്ലുകൾ പുറത്തേക്ക് തടിച്ചുന്തി നിൽക്കുന്നതുകൊണ്ട് അർദ്ധനിമീലിതമായ മിഴിയിണകളാണ് ഗിർ പൈക്കളുടേത്. പാലിൽ ഇവർ മറ്റു നാട്ടുകോക്കളെ വെല്ലും. 8 മുതൽ 12 ലിറ്റർ വരെ പാൽ ചുരത്തുന്നവരാണ് ഗിർ പൈക്കൾ. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഭാരതത്തിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് വന്നവരാണ് റെഡ് സിന്ധി പൈക്കൾ. ചുവന്ന സിന്ധിക്ക് നല്ല ചെമപ്പ് നിറമുണ്ട്. സൂര്യവർണം പ്രതിഫലിക്കുന്ന ഇവരുടെ ചർമ്മം ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്. കൂർത്ത മുഴുത്ത കൊമ്പുകൾ തന്നെ സിന്ധിയുടെ മറ്റൊരഴക്. അത്യുഷ്ണവും അതിശൈത്യവും അതിജീവിക്കുന്ന ചുവന്ന സിന്ധികൾ ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമത്രേ. ഇപ്പോൾ ഒരുപക്ഷെ അക്ഷയ് ഇങ്ങനെ ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ ഒരു സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ബോധ്യമുള്ളത് ബാലകൃഷ്ണ ചേട്ടനായിരിക്കും. എങ്ങനെയാണ് ഇങ്ങനൊരു പ്രസ്ഥാനം
നല്ല കുറേ പശുക്കളെയൊക്കെ സംഘടിപ്പിച്ച് ഒരു പ്രസ്ഥാനമായി പാൽ വിൽപ്പന, അതോടൊപ്പം വളം വിൽപ്പന, അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ കേരളത്തിലൊരു ചെറുപ്പക്കാരന് ജീവിക്കാൻ കഴിയും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് ആയിട്ടില്ല, ഒരു ക്രേസ് ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷേങ്കിലും എന്നിരുന്നാലും ഇതിന് ഈ സാമ്പത്തിക ചെലവുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പാലും ഇതിൻ്റെ മോര്, നെയ്യ് മോഹൻലാൽ വരെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ നെയ്യ്. ഈ അങ്ങനെ വളരെ ഉന്നതന്മാരാണ് ഇതിൻ്റെ നെയ്യ് ഉപയോഗിക്കുന്നത്. മിൽമേൻ്റെ നെയ്ക്ക് 450 രൂപ ഉള്ളപ്പോൾ ഇതിൻ്റെ നെയ്ക്ക് 3500 രൂപ വിലയുണ്ട്. മോഹൻലാലിന് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കില്ലേ പുലിമുരുകനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. അതെ, ഫിലിം സ്റ്റാർസൊക്കെ ഇതേമാതിരിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഓജസ്സും വയസ്സ് അറിയാതിരിക്കാനും പ്രതിരോധ ശക്തിയൊക്കെ കൂടുതലും സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇതുകൊണ്ടാണ്. സുഭാഷ് പലേക്കറുടെ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണ് പലപ്പോഴും നടത്തുന്നത്. അതെ, ഞാൻ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് എലമെൻറ്റ്സ് ഓർഗാനിക് ഷോപ്പ് എന്ന് പറഞ്ഞ അവിടെയാണ്. ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റിനും വില ഭയങ്കര ജാസ്തിയാണ്. വെണ്ടയ്ക്കായാലും തക്കാളിക്കായാലും എല്ലാ സാധനങ്ങളും, തക്കാളി ഉള്ളി വരെ ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അക്ഷയ് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഒരുപക്ഷെ ഈ തറവാട്ടിൽ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു പുതിയ തലമുറയിലെ ആൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്ഷയുടെ മനസ്സിലൊരു സ്വപ്നം എന്താണ്? ഇത് ഏത് രീതിയിൽ വികസിപ്പിക്കുക എന്നുള്ളത്? എനിക്ക് ഇതൊരു ബിസിനസ് ആക്കാനൊന്നും താല്പര്യമില്ല. പക്ഷേ ഒരു പാഷൻ എന്ന രീതിയിൽ നമ്മൾ വീട്ടിൽ കുറച്ച് പശുക്കളെ വളർത്താം, അതിലൂടെ ഒരു മാനസിക ഉല്ലാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒത്തിരി പശുക്കളെ അഴിച്ചുവിട്ട് ഫ്രീ ആയി വളർത്താനാണ് എനിക്ക് താല്പര്യം. പശുക്കൾ മാത്രമല്ല, എല്ലാ മൃഗങ്ങളോടും ചെറുപ്പം മുതലേ എനിക്ക് വളരെ നല്ല ക്രേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പോൾ അത് ഹെറിഡിറ്ററി ആവാം. എന്തായാലും വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം ഈ സായാഹ്നം പങ്കിട്ടായിരുന്നു. ശരി. ജൈവകൃഷിക്ക് പ്രാധാന്യം വന്നതോടെയാണ് കൃഷി പുഷ്ടിപ്പെടാൻ നാടൻ പൈക്കൾ കൂടി വേണമെന്ന ആഗ്രഹം നമ്പുക്കുടി തറവാട്ടിനുണ്ടായത്. പരമ്പരാഗതമായി ജൈവകൃഷി ചെയ്തു വന്നിരുന്ന തറവാട് തന്നെയായിരുന്നു നമ്പുക്കുടി. അച്ഛൻ ബാലകൃഷ്ണനിൽ നിന്ന് പകർന്നു കിട്ടിയ ജ്വാല മകൻ അക്ഷയ് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ എല്ലാവർക്കും നാടൻ പൈക്കളുടെ പേരുകൾ അറിയാം. എല്ലാവർക്കും അവരുടെ പ്രകൃതം സ്വന്തം കൈവെള്ള പോലെ ഹൃദിസ്ഥവും. മഹാരാഷ്ട്രയിലെ അമരാവതി സ്വദേശിയായ സുഭാഷ് പലേക്കറുടെ ചെലവില്ലാ കൃഷിയുടെ പ്രചാരത്തോടെയാണ് നാടൻ പശുക്കൾ നമ്പുക്കുടി വീട്ടിൽ വന്നത്. അമിത രാസവള പ്രയോഗത്തെ തുടർന്ന് സൂക്ഷ്മജീവികളെല്ലാം ചത്തൊടുങ്ങിയ മണ്ണ് ചത്ത മണ്ണ് തന്നെയാണ്. നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് മണ്ണിൽ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. നാടൻ പശുവിൻ്റെ 1 ഗ്രാം ചാണകത്തിൽ തന്നെ 500 കോടി സൂക്ഷ്മജീവികളുണ്ട് എന്നാണ് കണക്ക്. നാടൻ പശുക്കളുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും മൃഗസംരക്ഷണ വകുപ്പ് എന്നും മുന്നിൽ തന്നെയുണ്ട്. അത്തോളി വെറ്ററിനറി സർജൻ ഡോക്ടർ പ്രിയ കെ നായരാണ് ഇക്കാര്യത്തിൽ നമ്പുക്കുടി തറവാടിനെ സഹായിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ പഴയ പോലല്ല, പുതിയ ഇതായിട്ട് നാടൻ പശുക്കളെ വളർത്തുന്നതിന് ധാരാളം പ്രോത്സാഹനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് KLD ബോർഡ് വഴി കേന്ദ്ര സർക്കാർ 1 ടൈം 10,000 രൂപ നാടൻ പശുക്കളെ വളർത്തുന്ന കർഷകർക്ക് സഹായം നൽകുന്നുണ്ട്. ഈ സബ്സിഡി കോട്ടയം ജില്ലയിലൊക്കെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ നാടൻ പശു വളർത്തുന്ന കർഷകർക്കും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതുകൂടാതെ KLD ബോർഡ് വഴി ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിലാണ് നാടൻ പശുക്കളുടെ ബീജം, കാസർഗോഡ് ഡാർഫിൻ്റെ ആയാലും അല്ലെങ്കിൽ വെച്ചൂർ പശുവിൻ്റെ ആയാലും ഗിർ പശുവിൻ്റെ വരെ ബീജം ഇപ്പോൾ KLD ബോർഡ് മൃഗാശുപത്രികൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്. അത് കർഷകർക്ക്, അത് നാടൻ പശു വളർത്തുന്ന കർഷകർക്ക് അത് വലിയ അനുഗ്രഹമാണ്. ഇതുകൂടാതെ ഇപ്പോൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി, അതായത് 3% പ്രീമിയം നിരക്കിൽ ഉള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ, ആദ്യമൊക്കെ നമ്മൾ ഇൻഷുറൻസ് പദ്ധതിയിൽ സങ്കരയിനം പശുക്കുട്ടികളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് പദ്ധതിയിൽ നാടൻ പശുക്കുട്ടികളെയും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ അത്തോളി പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ വന്ന കാലം തൊട്ട് ഇദ്ദേഹത്തെ പരിചയമുണ്ട്. സങ്കരയിനം പശുക്കളെ വളർത്തുന്ന കർഷകരെയാണ് നമുക്ക് പൊതുവേ പരിചയമുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ നാടൻ പശുക്കളുടെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം അത്ഭുതമായിരുന്നു. ഇതെന്ത് പ്രൊഡക്ഷൻ ഓറിയൻ, എന്തായാലും നമ്മൾ ഒരു ഉപജീവന മാർഗമായിട്ട് പശു വളർത്തലെ കാണുന്നവർക്ക് ഇത് എന്തായാലും സാധ്യമല്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇതിനോടുള്ള പാഷൻ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തിന് മാത്രമല്ല, അത് എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ മകൻ അക്ഷയ്, ഞങ്ങളുടെ മൃഗാശുപത്രികളിൽ വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. പുതിയ തലമുറയ്ക്ക് ഇതിൽ താല്പര്യമില്ല. പക്ഷേ ഇവിടുത്തെ പശുക്കുട്ടിയായിട്ടുള്ള ഗിന്നസ് റെക്കോർഡ് ഹോൾഡറായിട്ടുള്ള കുഞ്ഞുമാണിക്യത്തിന് ഈ റെക്കോർഡ് കിട്ടാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ മകൻ അക്ഷയൻ്റെ അക്ഷീണ പ്രയത്നമാണെന്ന് പറയാം. അതും അദ്ദേഹത്തിൻ്റെ ഈ പശു വളർത്തലിൻ്റെ പ്രത്യേകതയാണ്.
പിന്നെ പലപ്പോഴും ചിലപ്പോൾ തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരാറുണ്ട്. കാരണം അദ്ദേഹം പല സ്ഥലത്തു നിന്നും ഇതിനെപ്പറ്റി പല നോളജും ആർജിച്ച് നമ്മളോട് വന്ന് പറയുകയും പല കാര്യങ്ങൾ എനിക്ക് ഇവരിൽ നിന്ന് പഠിക്കാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇവരെ പറ്റി പറയാനുള്ളത്. 2014 ജൂൺ 21 ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ മാണിക്യം ഇന്ന് നമ്പിക്കുടി തറവാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ കൂടി ഐശ്വര്യമാണ്. മാണിക്യത്തെ അന്വേഷിച്ച് ധാരാളം പേർ നമ്പുക്കുടിയിലെത്തുന്നുണ്ട്. സുഭാഷ് പലേക്കർ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ ഇതിനകം തന്നെ നമ്പുക്കുടി സന്ദർശിച്ചു കഴിഞ്ഞു. നാടൻ പശുക്കളെ സംരക്ഷിക്കുവാനും അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് ഗവൺമെന്റ് ഉറപ്പു നൽകുന്നുണ്ട്. മൃഗസംരക്ഷണ മന്ത്രി ശ്രീ കെ രാജു ഹരിതസുന്ദരത്തോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് നാടൻ പശുക്കളുടെ സംരക്ഷണത്തിനായി വലിയ പദ്ധതികൾ സർക്കാരിൻ്റെ മനസ്സിലുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജു ഹരിതസുന്ദരത്തോടൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. നമസ്തേ സാർ, നല്ല പാൽ കുടിക്കണം എന്നാഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതുതന്നെയാണ്. നല്ല പാൽ ആവശ്യമുള്ളവർക്ക് നല്ല സമയത്ത് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. പാൽ സ്വയം പര്യാപ്തതയ്ക്കായി ധാരാളം പദ്ധതികളും അങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല പാൽ നൽകുവാനായിട്ട് നാടൻ പശുക്കളെ സംരക്ഷിക്കുന്നതിന് എന്തൊക്കെ പദ്ധതികളാണ് സർക്കാരിനുള്ളത്? പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പരമാവധി നമ്മുടെ നാടൻ പശുക്കളെ കൂടെ പ്രൊമോട്ട് ചെയ്ത് പരമാവധി നല്ല പാല് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതും കൂടെ എൻ്റെ ലക്ഷ്യത്തിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വെച്ചൂർ പശുക്കൾ, അതുപോലെ തന്നെ കാസർഗോഡ് ഡാർഫ്, അപ്പോൾ ഇവയൊക്കെ സംരക്ഷിക്കുന്നതിന് ഇപ്പോൾ തന്നെ സംവിധാനമുണ്ട്. കുളത്തൂപ്പുഴയിൽ ഇൻഡോസിസ് പ്രോജക്റ്റിനോടൊപ്പം തന്നെ നമ്മൾ അവിടെ കാളകളെ, പ്രത്യേകിച്ച് വെച്ചൂർ കാളകളെ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വെച്ചൂർ കാളകളുടെ ബീജം നമുക്ക് അവിടെ നിന്ന് സംഭരിച്ച് വെച്ചൂർ പശുക്കൾക്ക് പരമാവധി പശുക്കളെ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കാൻ, കർഷകർക്ക് അത് കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് പരമാവധി കേരളത്തിൽ എവിടെ വേണമെങ്കിലും കർഷകർക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനവും നമുക്കുണ്ടാക്കാൻ കഴിയും. അതിനുള്ള ഇപ്പോൾ തന്നെ സംവിധാനമുണ്ട്, എങ്കിലും ആ സംവിധാനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാസർഗോഡ് ഡാർഫ് മറ്റ് നാടൻ പശുക്കൾ അടക്കം, നാടൻ പശുക്കളുടെ നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന നാടൻ പശുക്കളടക്കം നാടൻ പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പോളിസി നമ്മൾ ഗവൺമെൻറ് തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാടൻ പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കർഷകർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ധനസഹായം നൽകാനുള്ള, അല്ലാതെ ഇപ്പം തന്നെ അവർക്ക് ഒരു 10,000 രൂപ നാടൻ പശുക്കളെ വളർത്തുന്ന ഒരു കർഷകനോ അല്ലെങ്കിൽ കിടാരിയോ അവർക്ക് 10,000 രൂപ വീതം ഒരു കർഷകന് കൊടുത്തൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ അതിനുള്ള പദ്ധതി ഗവൺമെൻറ്റിൽ ഇപ്പം തന്നെ നിലവിലുണ്ട്. അത് തുടർന്ന് കുറച്ചുകൂടി വ്യാപകമായിട്ട് നടത്തുന്നതിന് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കന്നുകാലിയുടെ ഇൻഷുറൻസ് നമ്മൾ KLD ബോർഡിൻ്റെ തന്നെ മുൻകൈയിൽ ഇൻഷുറൻസ് മറ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മിൽമയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കുന്നതിന് ഉള്ള പദ്ധതി ആലോചിക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ പ്രത്യേകിച്ചും അങ്ങ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കർഷകർ ആഗ്രഹിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു സമഗ്ര ഇൻഷുറൻസ്. ഈ ബജറ്റിൽ അതിനൊരു തുക വകയിരുത്തിയിട്ടുണ്ടോ? 5 കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട് ഇൻഷുറൻസിന്. ആ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. സമഗ്ര ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം പോയ സാമ്പത്തിക വർഷം തന്നെ കുറച്ച് ഇപ്പം നമ്മൾ ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തി. നമ്മൾ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അതിൽ ധാരണ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ അത് കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് എല്ലാ മൃഗങ്ങളെയും ഇൻഷുർ ചെയ്യുന്ന ഒരു സ്കീമാണ് ഉദ്ദേശിക്കുന്നത്. ഒരാകർഷകമായൊരു പ്രീമിയമാണ്. അതെ, അതോടൊപ്പം തന്നെയാണ് ഇവിടെ നമ്മുടെ മിൽമയുടെ KLD ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്കീമും നടപ്പിലാക്കുന്നത്. ഇത് സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടത്തക്ക രീതിയിൽ അത് വ്യാപിപ്പിക്കും. അവസാനമായി നാടൻ പശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ നല്ല കർഷകരോട് അങ്ങേക്കൊരു സന്ദേശം നൽകാനുണ്ട്. കർഷകരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കർഷകർ ഒരുപാട് വെല്ലുവിളിയൊക്കെ നേരിടുന്നുണ്ട്. എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കർഷകർക്കുണ്ടാവും. നമുക്ക് കേരളത്തിൽ ആവശ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പാല്, നല്ല പാല് ഉൽപ്പാദിപ്പിക്കണം. അതിന് നമുക്ക് കൂട്ടായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് കർഷകർ ഈ രംഗത്തുള്ളവർ ഈ രംഗത്ത് തന്നെ ഉറച്ച് ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കണം എന്നാണ് എനിക്ക് അവരോട്
ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി സാർ, ഹരിതസുന്ദരത്തോട് സാർ. 6 വയസ്സ് പ്രായം വരുന്ന മാണിക്യവും 2 ഡസനോളം വരുന്ന കുഞ്ഞു പൂവാലികളും ചേർന്ന് നമ്പുക്കുടി തറവാടിനെ ചില്ലറയൊന്നുമല്ല പ്രശസ്തമാക്കിയത്. അക്ഷയ് എന്ന ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ എല്ലാത്തിനും മുന്നിലുണ്ട്. കുഞ്ഞിലെ പൈക്കളുടെ പ്രണയിതാവായിരുന്ന അക്ഷയിനെ അച്ഛൻ പഠിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയെങ്കിലും ഒടുവിൽ തിരിച്ചു വന്നത് എല്ലാവരും അറിയുന്ന ഗോകുലത്തിന്റെ നായകനാകാൻ തന്നെയായിരുന്നു. പാരമ്പര്യത്തിന്റെ നന്മയും യശസ്സും കൈവിടാതെ ഒരു കൈത്തിരി പോലെ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അക്ഷയ്. നാട്ടുപൈക്കളുടെയും നാടിൻ്റെയും നന്മകൾ സൂക്ഷിക്കുവാൻ ഇളം തലമുറയ്ക്ക് ഒരു മാതൃകയായി എന്നും. കുഞ്ഞു ഗോക്കളെ പ്രശസ്തരാക്കുവാൻ സാമർഥ്യം വേണം. വിഖ്യാത ഗോക്കളെ മെരുക്കി നിർത്തുവാൻ ബിരുദം വേണം. രണ്ടും സമന്വയിപ്പിക്കുകയാണ് നമ്പുക്കുടി തറവാട്ടിൽ അക്ഷയ് എന്ന ചെറുപ്പക്കാരൻ. നേരാം എല്ലാ ഭാവുകങ്ങളും.